മൈലക്കാട് ഉയരപ്പാത തകർന്ന അപകടത്തിന് പിന്നാലെ കൊല്ലം ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ ഉയരപ്പാത പൊളിച്ചു നീക്കാൻ തീരുമാനം. ചതുപ്പ് മേഖലയായ 3 സ്ഥലങ്ങളിൽ മണ്ണിന് ബലക്ഷയമാണെന്നാണ് കണ്ടെത്തൽ. മൈലക്കാട്, മേവറം, കടവൂർ എന്നിവിടങ്ങളിൽ കോൺക്രീറ്റ് പാത നിർമ്മിക്കും. അപകടമുണ്ടായ മൈലക്കാട് 120 മീറ്റർ നീളത്തിൽ പുതിയ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. AV ജയശങ്കർ വിവരങ്ങളുമായി. മൈലക്കാട് ആണ് കൊല്ലം ജില്ലയിൽ മൈലക്കാടാണ് ഉയരപ്പാത തകർന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 3 സ്ഥലത്ത് കൂടിയും ഈ ഉയരപ്പാത ദുർബലമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ പൊളിച്ചു നീക്കാനുള്ള തീരുമാനം വരികയാണ്. ചതുപ്പ് മേഖലയായ 3 സ്ഥലങ്ങളിലാണ് ഈ ഉയരപ്പാതയ്ക്ക് മണ്ണിന് ബലക്ഷയമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൈലക്കാട്, മേവറം, കടവൂർ എന്നിവിടങ്ങളിലാണ് കോൺക്രീറ്റ് പാത നിർമ്മിക്കാൻ തീരുമാനമായിരിക്കുന്നത്. AV ജയശങ്കർ ഇപ്പോൾ മൈലക്കാട് ഉയരപ്പാത തകർന്നതോടുകൂടി വേറെ എവിടെയൊക്കെയാണ് ദുർബലമായ സാഹചര്യമെന്ന് പരിശോധിച്ചിരിക്കുന്നത്? 3 കണ്ടെത്തൽ. അപ്പോൾ വളരെ വേഗം തന്നെ ഇവിടെയും ഉയരപ്പാത പൊളിച്ചു മാറ്റി പുനർനിർമ്മാണത്തിന് ഒരുങ്ങിയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ നിർമ്മാണം വരിക? അതായത് സ്മൃതി, മൈലക്കാട് അപകടം അത് വലിയ തോതിൽ വിമർശനങ്ങൾക്കുൾപ്പെടെ കാരണമായി. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ ഉയരപ്പാത പൊളിച്ചു നീക്കാനാണ് നിലവിൽ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ചതുപ്പ് മേഖലയായ 3 സ്ഥലങ്ങളിലെ മണ്ണിൽ ബലക്ഷയം ഉണ്ടെന്നാണ് നിലവിൽ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. മൈലക്കാട്, മേവറം, കടവൂർ എന്നിവിടങ്ങളിൽ കോൺക്രീറ്റ് പാത നിർമ്മിക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. കോൺക്രീറ്റ് പാത നിർമ്മിക്കാതെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. ഇത് വീണ്ടും അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഈ ഒരു പരിശോധനയിലെ കണ്ടെത്തൽ. അപകടം ഉണ്ടായ മൈലക്കാട് 120 മീറ്റർ നീളത്തിൽ പുതിയ പാതയുടെ നിർമ്മാണം ഇതിനോടകം തന്നെ പ്രാരംഭമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 90 കോടി രൂപ അധിക ചിലവ് വരുമെന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിലവിലെ കണക്കൂട്ടൽ. എന്തായാലും ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ ചതുപ്പ് മേഖലയാണ്, മണ്ണിന് ബലക്ഷയമുണ്ട് എന്ന പരിശോധനയുടെ കണ്ടെത്തലിലാണ് 90 കോടി രൂപ അധികം ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബലം ഉറപ്പിക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് പാത നിർമ്മിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ദേശീയപാത അതോറിറ്റി എത്തിയിരിക്കുന്നത്. കരാറുകാരും ഇക്കാര്യത്തോട് യോജിപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ അപകട സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് ദേശീയപാത അതോറിറ്റി എത്തിയിരിക്കുന്നത്. മൈലക്കാട് അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. ആ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോഴെന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ഒക്കെ തന്നെ എത്തിയിരിക്കുന്നത്. സ്മൃതി, AV ജയശങ്കറാണ് കൊല്ലത്ത് വിവരങ്ങൾ നൽകിയത്.